Watch full episodes on Jio Hotstar. അതെ വലിയേട്ടാ, ദൂരത്തുള്ള സൂര്യനെ ഒന്ന് നോക്കിക്കേ, എത്ര മനോഹരമാണ് അല്ലേ? കൊള്ളാം, എന്ത് സുന്ദരമായ കാഴ്ച. ആ പർവ്വതനിരകൾ എന്ത് രസമാണ്. അവിടങ്ങളിൽ നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ? എന്ത് പറയുന്നു? സർ, ആ സ്ഥലത്തെ ഹോണ്ടഡ് ഏരിയ എന്നാണ് പറയുന്നത്. അവിടുന്ന് എപ്പോഴും പാറകൾ താഴെ വീഴാറുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ല. നീ പറയുന്നത് പോലെ വാണ്ടഡും ഹോണ്ടഡും പറഞ്ഞ സ്ഥലങ്ങളൊന്നുമില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും. സർ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ഇഷ്ടം പോലൊക്കെ ചെയ്തോളൂ. എന്റെ ചങ്കേന്റെ ബ്രോ, ഇതെന്താ ഇത്? ഈ മലയ്ക്ക് നല്ല ഉയരമുണ്ടല്ലോ. അല്ല, എന്താ ഒരു ശബ്ദം? വാ പോയി നോക്കാം. ചേടാ, ആ കാണുന്ന ആരാണ്? അവരെന്താ ഇവിടെ ചെയ്യുന്നേ? പാറ ഉരുട്ടിയിട്. എന്താ ഇത്? ആള് പറയുന്ന പോലെ കല്ല് വീഴുകയാണല്ലോ. വേഗം വേഗം താഴെ ഇറങ്ങൂ. വേഗം ഇറങ്ങൂ. വരൂ വരൂ. ഞാൻ രക്ഷപ്പെട്ടു. ബോസ് ബോസ്, കുറച്ച് ആളുകൾ നമ്മുടെ സ്ഥലം വരെ എത്തിയിരിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ. പേടി എന്തിനാ? പേടിയൊന്നും വേണ്ട, നീ ധൈര്യമായിട്ട് ഇരിക്ക്, നമുക്ക് നോക്കാം. സ്നോബ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യുക. ഒരാള് പോലും രക്ഷപ്പെടാൻ പാടില്ല. ഓക്കേ ബോസ്. ഓ ചേടാ, ആൾക്കാര് വീണ്ടും വരികയാണല്ലോ. ഇപ്രാവശ്യം അവര് പറന്നു വരുന്നത്. അറ്റാക്ക് അറ്റാക്ക്. തണുത്തുറഞ്ഞ പർവ്വതനിരകളിൽ പെട്ടെന്ന് എവിടുന്ന ഒരു ചൂട് അനുഭവപ്പെടുന്നത്? നമ്മളെ ഒരു നിമിഷം കൂടെ ഇവിടെ നിൽക്കാൻ പാടില്ല. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഗസിറ്റാറാം പറയുന്നതാണ് ശരി. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്ത് പോകണം. ഇല്ല, എനിക്ക് നിങ്ങളുടെ ഈ അഭിപ്രായത്തിൽ ഒട്ടും യോജിപ്പില്ല. ഞാൻ സമ്മതിക്കില്ല. അതെ, താങ്ക് യു ചിങ്കം സാറേ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും എന്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, ഞാൻ തന്റെ കൂടെ നിൽക്കാമെന്നല്ല പറഞ്ഞത്. ഇവന്റെ അഭിപ്രായത്തിൽ എനിക്ക് യോജിപ്പില്ലാതാ പറഞ്ഞത്. ഇവൻ എന്താ പറഞ്ഞത്? നമുക്ക് ഇവിടുന്ന് വേഗം പോകാമെന്ന്. നമുക്ക് ഇവിടുന്ന് പോകല്ലേ വേണ്ടത്, ഓടി രക്ഷപ്പെടാൻ വേണ്ടത്. തിരിഞ്ഞു നോക്കാതെ വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. അതെ, എനിക്ക് പിടിക്കല്ലേ. ഇൻസ്പെക്ടർ ചിങ്കമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഒരു മിനിറ്റ് മോട്ടു, ഒന്ന് തിരിഞ്ഞു നിൽക്കേ. ഡോക്ടർ ജട്ക, ഇതൊന്ന് നോക്കിക്കേ. ഇതെന്താണ് സാധനം? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഇതെന്തോ പ്രത്യേകതരം കെമിക്കലാണ്. അതും വേറെ എവിടെയും കിട്ടാത്ത ഒരു കെമിക്കൽ. ഇത് ഉപയോഗിച്ച് തീ കത്തിക്കാൻ പറ്റും. അതെ, ഇത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സ്ഥലം ഹോണ്ടഡും വാണ്ടഡും ഒന്നും അല്ല. അതിന്റെ മുകളിൽ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഇവിടെ ആരും തന്നെ വരാൻ പാടില്ലെന്നാണ്. അതേ ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിക്കാനും ശ്രമിക്കുന്നത്. എന്റെ ചങ്കേന്റെ ബ്രോ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മേലേക്ക് പോകണം. പക്ഷേ ഹെൽമെറ്റ് ഒക്കെ പൊട്ടിക്കിടക്കുകയാണല്ലോ. അപ്പൊ റോമിലുണ്ടാവുമ്പോ റോമൻസ് എന്ത് ചെയ്യുമോ അത് തന്നെ നമ്മളും ചെയ്യണം. ശരി, എന്താ അത് കട്ട് ചെയ്യാം. ബോസ്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. അവരിനി ഈ പ്രദേശത്ത് കാല് കുത്തില്ല. ലാൻഡിംഗ് ചെയ്യാൻ
അയ്യോ അവര് വരുന്നു, ഒളിച്ചോ, ഒളിച്ചോളൂ. അല്ല, ഇപ്പോഴല്ലേ ഇവിടുന്ന് ഓടിക്കോ എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദം കേട്ടോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് എവിടെ പോയി എല്ലാവരും? മമ്മി, അല്ല, അതാരാണ് സംസാരിക്കുന്നത്? ഇവരൊക്കെ ആരാ? ഇവിടെ തീർച്ചയായിട്ടും ആരൊക്കെയോ ഉണ്ട്, പക്ഷെ നമ്മൾ ആരെയും കാണുന്നില്ല. എവിടെ പോയി എല്ലാവരും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? വേഗത്തിൽ ആലോചിക്കൂ പ്ലീസ്. ഐഡിയ. ഞാനിതാ ഇപ്പൊ തന്നെ എടുക്കാം. ഹോലി ഹോലി. എല്ലാവരെയും പിടിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾക്ക് കാണാം. ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇൻവിസിബിൾ ട്രൈബ് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ജീവിക്കുന്നതെന്ന്. ആർക്കും നിങ്ങളെ കാണാൻ കഴിയില്ലേ? എഴുന്നേറ്റ് നിൽക്കൂ. ഞാനാണ് സർദാർ സ്നോവ. സ്നോവ അബൂഷ. അബൂഷ അബീഷ അബൂഷ. എടോ, എന്താണോ താനീ പറയുന്നത്? ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷണമില്ല. ഞങ്ങൾക്കൊരിക്കലും താല്പര്യമില്ല നഗരത്തിലുള്ളവർ ഇവിടെ വരുന്നതിനെ. എന്തുകൊണ്ട്? കാരണം ഞങ്ങൾക്ക് മനുഷ്യരോട് അകന്നു നിൽക്കണം. അങ്ങനെ ഞങ്ങളുടെ സംസ്കാരം നിലനിൽക്കൂ. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല ഞങ്ങളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ. Kabusha, kabusha, busha, 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 kabusha, shabusha, shabusha. Kushi kushi ki, shabusha, abusha. ഓ, നന്നായി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരാളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ. കംബുഷ, ആബുഷ്ക, ഷാബുഷ. ആബുഷ്ക രസകരം. രസകരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ? അതെ അതെ, അത് ശരിയാ. ഇവരെന്താ പറയണെന്ന് വെച്ചാ നിങ്ങൾ എന്നോട് മൽപ്പിടുത്തം നടത്തിയേ പറ്റൂന്ന്. ഇവർക്ക് എന്റർടൈൻമെന്റ് കുറച്ചു നാളായിട്ട് കിട്ടിയിട്ടേ ഇല്ല. ഞാൻ എത്ര നേരം നിങ്ങളെ തല്ലുന്നുവോ അത്രയും നേരം നിങ്ങളുടെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടോണ്ടേയിരിക്കും. പിന്നെ നീ എന്നെ മലത്തി അടിച്ചാൽ അവരെ പിന്നെ വളരെ നൈസായിട്ട് ഇങ്ങനെ പുറത്തിറക്കും. സ്നോബേ, താൻ റെഫറി ആയിട്ട് നിൽക്ക്. മനഃപൂർവ്വം ബാംബൂഷ ഗാംബൂഷ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുടുക്കി കളഞ്ഞല്ലോടാ പത്തലു. ഇനിയിപ്പോ എന്താ ചെയ്യ നമ്മള് പത്തലു? എടോ, എന്തിനാണ് പേടിപ്പിക്കുന്നത്? വരൂ വരൂ, ബീച്ചിലേക്ക് വരൂ. മാറിക്കണോ? ഇല്ല, എന്റെ പൊന്നു ചേട്ടൻ റെഫറി, ഒന്നിങ്ങോട്ട് മാറി നിൽക്കേ. അയ്യോ എന്റെ സ്നോബേ, ക്ഷമിക്കണം. സോറി. അവന്റെ കാര്യം തീർന്നു. ഇനിയിപ്പൊ ആരാ തന്നെ രക്ഷപ്പെടുത്തുന്നേ? എവിടെ പോയി? എന്തിനാ എന്നെ ഇങ്ങനെ മറഞ്ഞിരുന്ന് തല്ലുന്നത്? ഇത് ചീറ്റിംഗ് ആണ് കേട്ടോ, ഞാൻ സമ്മതിക്കില്ല. അതെ, ഇതെന്താ ചെയ്യുന്നത്? നീ ഇത്രയും എന്തിനാ ഞങ്ങളെ അടിക്കുന്നത്? ഒന്ന് മതിയാക്കിക്കൂടെ? വരൂ, ഇപ്പൊ തന്നെ ഒരുപാടായി. ഞാൻ നിങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ ആളെ കളിപ്പിക്കുകയാണല്ലേ? അത് ശരി, നീ എന്റെ പുറകിലുണ്ടല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഈ മോട്ടുവിന്റെ കഴിവെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. കേട്ടോടാ? അല്ല, നീ ഇത് എങ്ങോട്ടാ പോയത് സർദാറെ?
ഹുഷ്. അങ്ങനെ പറ്റേ. പുറത്തേക്ക് വാ. മതി, ഒത്തിരിയായി. നീ ജയിച്ചിരിക്കുന്നു. നീ ഒരു വലിയ ധീരനാണ്. ഞാൻ തോറ്റിരിക്കുന്നു. എഴുന്നേൽക്കൂ. നോസു സാറേ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തനിച്ച് ജീവിക്കണോ അല്ലേ? തനിച്ച് ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ. പക്ഷേ പുറത്തുള്ള സിവിലൈസേഷൻ നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. മാത്രമല്ല ഒരുപാട് സുഖസൗകര്യങ്ങളും കിട്ടുന്നതാണ്. നാം അവരെ പോയി ഇടയ്ക്കിടയ്ക്ക് കണ്ടോളാം. അതോർത്ത് വിഷമിക്കണ്ട. അവരുടെ ഞങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാ അതെല്ലാം പോയി കൊണ്ടുവരാറുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ. വി വിൽ കീപ് ഇൻ ടച്ച്. ഫോണ് വേറെയുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ എല്ലാ ആധുനിക സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൾച്ചറും സംസ്കാരവും ഒന്നും വിടാൻ താല്പര്യമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പാർട്ടി തന്നൂടെ നിങ്ങൾക്ക്? എന്തുകൊണ്ടില്ല? Watch India's largest kids library only on Jio Hotstar. Download the app now.